അമേരിക്ക ഇറാനിൽ സൈനികമായി ഇടപെടുമോ? ഒരു ഇടവേളയ്ക്ക് ശേഷം മധ്യേഷ്യയും തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയും ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുകയാണോ? സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ട്രംപ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ മേഖലയിലെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ അനുവദിച്ചിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ തിരിച്ചടിക്കുമെന്ന് ഇറാനും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടുകൂടിയാണ് വലിയൊരു സംഘർഷത്തിന് അരങ്ങ് ഉണരുന്നത്. ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് വലിയ ആവേശം പകർന്നുകൊണ്ടാണ് ട്രംപ് മിഷിഗണിൽ നടത്തിയ പ്രസംഗം. ഇറാൻ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ തുടരണം, സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കണം, കൊലപാതകികളുടെയും അക്രമകാരികളുടെയും പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം, അവർക്കുള്ള ശിക്ഷ പുറകെ വരുന്നുണ്ട്, പ്രക്ഷോഭകാരികൾക്കുള്ള സഹായം അതതിന്റെ വഴിക്കാണെന്നും ട്രംപ് പറയുന്നു. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച നിരവധി പേർ സമീപ ദിവസങ്ങളിൽ പിടിയിലായിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പിടിയിലായ സുൽത്താനിയ അൽത്താഫ് എന്ന 26 വയസ്സുകാരനെ ബുധനാഴ്ച വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് വാർത്ത പ്രചരിപ്പിച്ചത്. ഇതോടുകൂടിയാണ് ഇറാനെതിരെ കടുത്ത രീതിയിലുള്ള സൈനിക നടപടിക്കൊരുങ്ങാൻ ട്രംപ് സൈനിക വ്യൂഹങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇറാൻ. കഴിഞ്ഞ വർഷം മാത്രം 2000 പേരാണ് വധശിക്ഷയ്ക്ക് ഇരയായത്. ഇന്റർനെറ്റ് സേവനം നിശ്ചലമായ ഇറാനിൽ ഭരണകൂടവും പ്രക്ഷോഭകാരികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നിട്ടില്ല. വിച്ഛേദിക്കപ്പെട്ടിട്ട് 140 മണിക്കൂർ പിന്നിടുമ്പോഴും ഇന്റർനെറ്റ് ഇറാനിൽ മടങ്ങിയെത്തിയിട്ടില്ല. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനിടെ കൊല്ലപ്പെട്ടവർ 12,000 കടന്നുവെന്നാണ് ഇസ്രയേൽ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മരണസംഖ്യ 2000 കടന്നിട്ടുണ്ടെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. 1979 നടന്ന ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന ഭരണകൂടം തങ്ങൾക്ക് നഷ്ടമായ വിശ്വാസവും ജനപിന്തുണയും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ബാഹ്യശക്തികളാണെന്ന് ഇറാൻ ആരോപിക്കുമ്പോൾ പ്രതിസ്ഥാനത്തുള്ളത് അമേരിക്കയാണ്. ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റസ പെഹ്ലാവിയുടെ മകനും അമേരിക്കയിൽ അഭയാർത്ഥിയുമായ റസ പെഹ്ലാവി പ്രക്ഷോഭകരെ ഏകോപിപ്പിക്കുന്നുണ്ടെങ്കിലും ഭരണവിരുദ്ധ പ്രക്ഷോഭകർക്ക് പ്രത്യക്ഷത്തിൽ ഒരു നേതൃമുഖം ഇല്ല. അതിനാൽ തന്നെ വികേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രക്ഷോഭങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഇറാൻ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്. അധികാരമടക്കം സമൂലമായ മാറ്റം ലക്ഷ്യമാക്കി ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഫലം കാണുമോ എന്ന ചോദ്യം ഇതിനാൽ പ്രസക്തമാണ്. അയത്തുള്ള അൽ ഖമേനി നയിക്കുന്ന ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കുന്ന മതശാസനകൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇറാനിൽ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. ഇറാനിലെ തെരുവുകളിൽ ഹിജാബുകൾ വലിച്ചെറിഞ്ഞ് സ്ത്രീകൾ തന്നെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. 2022 പൊട്ടിപ്പുറപ്പെട്ട ഹിജാബ് വിരുദ്ധ കലാപങ്ങൾക്ക് പിന്തുണ നൽകിയ 12ഓളം പേരെ ഇതിനോടകം തന്നെ അവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര ഉപരോധവും എണ്ണ വിൽപ്പനയിലെ അനിശ്ചിതത്വവും നിമിത്തമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും മൂലം അവശ്യ വസ്തുക്കളുടെ വില അനിയന്ത്രിതമായി വർദ്ധിച്ചപ്പോൾ വ്യാപാരികളടക്കം ഇപ്പോൾ തെരുവിലിറങ്ങി സമരം ചെയ്യുകയാണ്. ഇറാനിൽ അമേരിക്ക സൈനികമായി ഇടപെടും എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു വലിയ രീതിയിലുള്ള സൈനിക നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്നാണ് വിലയിരുത്തൽ. വെനസ്വേലയിൽ നിക്കോളാസ് മദുരോയെ പുറത്താക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സൈനിക വ്യൂഹം, അതായത് വിമാനവാഹിനി കപ്പലുകളടക്കം വിന്യസിച്ചുകൊണ്ടാണ് അമേരിക്ക വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയത്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ അത്ര വലിയൊരു സൈനിക സന്നാഹങ്ങൾ അമേരിക്ക ഇതുവരെ ഒരുക്കിയിട്ടില്ല. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ വിവിധ ഇടങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ അവസാന ഘട്ടത്തിൽ അമേരിക്ക ഇടപെട്ടപ്പോൾ ഇറാൻ തിരിച്ചടിച്ചത് ഖത്തറിലെ അമേരിക്കൻ താവളം ആക്രമിച്ചുകൊണ്ടാണ്. ഖത്തറിനു പുറമെ സൗദി അറേബ്യ, ബഹ്റൈൻ, ഇറാഖ്, UAE എന്നിവിടങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഉണ്ടെങ്കിലും ഈ രാജ്യങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ അമേരിക്കയ്ക്ക് ഇറാനെതിരെ നീങ്ങാനാകൂ. മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇക്കാര്യത്തിൽ ഏത് രീതിയിൽ അമേരിക്കയോട് പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. ഇറാനിൽ അമേരിക്ക സൈനികമായി ഇടപെട്ടാൽ അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു ആശങ്കയും ഇപ്പോഴുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം തന്നെ ഭരണ അനുകൂല വികാരങ്ങളായി മാറുകയും ചെയ്യും. ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെ നടത്തുന്ന ആരോപണങ്ങളൊക്കെ തന്നെയും അത് അമേരിക്കക്കെതിരെ തന്നെ തിരിയുകയും ചെയ്യും. അതേസമയം അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇറാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ ഇറാന്റെ ആയുധപ്പുരകൾ ഏറെയും നശിപ്പിക്കപ്പെടുകയോ ആയുധശേഷി പരിമിതപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. യുദ്ധാനന്തരം ആയുധ സമാഹരണം നടത്താനുള്ള ഇറാന്റെ ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടുമില്ല.
ചൈനയും റഷ്യയും രഹസ്യമായും പരസ്യമായും ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും അത് അമേരിക്കയെ നേരിടാൻ പര്യാപ്തവുമാകില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഇറാനിൽ ഭരണമാറ്റം സാധ്യമാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമേനി രാജ്യം വിടുമെന്നും റഷ്യ അദ്ദേഹത്തിന് അഭയമൊരുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇറാൻ അധികൃതർ അത് തള്ളുകയാണ്. ഇസ്രായേലുമായുള്ള 12 ദിനം നീണ്ടുനിന്ന യുദ്ധത്തിലും അദ്ദേഹം രാജ്യം വിട്ടിരുന്നില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഭരണസ്തംഭനം ഉണ്ടാകുന്ന തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, അനിയന്ത്രിതമായ പണപ്പെരുപ്പം, ഏക വരുമാന മാർഗമായ എണ്ണ വിൽപ്പനയിൽ നേരിടുന്ന അന്താരാഷ്ട്ര ഉപരോധം, ഇറാൻ ഭരണകൂടത്തിനു മുന്നിലുള്ള വഴി വളരെ ദുർഘടമാണ്. നിക്കക്കള്ളിയില്ലാതെ ഖമേനിക്ക് രാജ്യം വിടേണ്ടി വരും എന്ന് തന്നെയാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുൻപ് നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ കുരുതി കൊടുക്കേണ്ടി വരും. സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിൽ നേരിടുന്ന നരകയാതന പതിറ്റാണ്ടുകൾ തുടരുകയും ചെയ്യും. ഇറാനിലുള്ള അമൂല്യമായ എണ്ണ സമ്പത്ത് അമേരിക്കയ്ക്ക് യഥേഷ്ടം ചൂഷണം ചെയ്യാൻ പര്യാപ്തമായ പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കലിലൂടെ മാത്രമേ അമേരിക്ക പൂർണ്ണമായി തൃപ്തനാകൂ എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാം.